ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ എക്സിറ്റ് പോളുകളെയെല്ലാം അബദ്ധ പഞ്ചാംഗമാക്കിയിട്ട് വൻ മുന്നേറ്റമാണ് പ്രതിപക്ഷ ഇന്ത്യ ബ്ലോക്ക് നേടിയത്. ബി ജെ പിയെ ശരിക്കും ഞെട്ടിച്ചു, നരേന്ദ്രമോദിയെ ഞെട്ടിച്ചു. കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യ ബ്ലോക്കിന് കേവല ഭൂരിപക്ഷം ലോക്സഭയിൽ നേടാൻ കഴിയുമായിരുന്നു. അത് കഴിയാതെ പോയത് വലിയേട്ടൻ മനോഭാവം വെച്ച് പുലർത്തിയ കോൺഗ്രസിൻ്റെ ചില നിലപാടുകളും, എന്നാൽ കുറച്ച് വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ട് നേട്ടങ്ങളും ഉണ്ടായി. അപ്പം ഈ വിജയത്തിൻ്റെ, അതായത് നരേന്ദ്രമോദി അല്ലെ എൻ ഡി എയുടെ വിജയം തിളക്കമുള്ള വിജയമല്ല. കേവല ഭൂരിപക്ഷം സഖ്യത്തിന് കിട്ടി, ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. അപ്പം തിളങ്ങുന്ന വിജയം കിട്ടിയത് പ്രതിപക്ഷ സഖ്യത്തിനാണ്, സംശയമില്ല. പക്ഷേ ഞങ്ങൾ പറഞ്ഞ ഹോംവർക്ക് ചില സ്ഥലങ്ങളിൽ പാളിപ്പോയി. അല്ലെങ്കിൽ 272 എന്ന മാജിക് നമ്പർ ഇന്ത്യ ബ്ലോക്കിന് കടക്കാൻ കഴിയുമായിരുന്നു. ഇപ്പം വേറെ ചില മാധ്യമ റിപ്പോർട്ടുകൾ കാമ്പയിൻ പോലെ വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയാണ് നായകൻ, രാഹുലിൻ്റെ ജോഡോ യാത്രയാണ് ഭാരതത്തെ ഇളക്കി മറിച്ച് ഇന്ത്യ ബ്ലോക്കിന് ഈ വലിയ നേട്ടം കൊടുത്തത്. സത്യം അതല്ല. നമ്മൾ ഇലക്ഷൻ റിസൾട്ട് വന്നിട്ടുള്ള കണക്കുകൾ പരിശോധിക്കുക. കോൺഗ്രസ് ബി ജെ പിയോട് നേരിട്ട് മത്സരിച്ചിടത്തെല്ലാം കോൺഗ്രസ് ദയനീയമായിട്ട് തോറ്റുപോയി. ഏറ്റവും വലിയൊരു സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അതേപോലെ കോൺഗ്രസിന് മുഖ്യ പാർട്ടിയായി ഉള്ള ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങൾ. ഇവിടെ ബി ജെ പിയോട് മത്സരിച്ച് കോൺഗ്രസ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ആ കണക്ക് നമ്മളെടുത്ത് നോക്കിയാൽ മതി. അതേസമയം സഖ്യത്തിന് ശ്രമിച്ച രാജസ്ഥാൻ, പഞ്ചാബ്, യു പിയാണ് ഏറ്റവും വലിയ സംസ്ഥാനം. 80 MP അയക്കുന്ന സംസ്ഥാനമാണ്. യു പിയിൽ ഉൾപ്പെടെ ബി ജെ പിയുടെ അടിപതറുന്ന കാഴ്ച കാണിക്കാൻ പ്രതിപക്ഷ സഖ്യത്തിന് സാധിച്ചത് അവിടെ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്ത് സഖ്യങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടാണ്. യു പിയിൽ പോലും ഈ മിന്നുന്ന ജയം കിട്ടിയത് അതുകൊണ്ടാണ്. പക്ഷേ മധ്യപ്രദേശിൽ അതുണ്ടായില്ല, മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടായില്ല. രാജസ്ഥാനിൽ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള പാർട്ടികളുമായിട്ട് സഖ്യമുണ്ടാക്കിയിരുന്നെങ്കിൽ, അതുപോലെ BSPയുമായിട്ടുള്ള സഖ്യം യു പിയിൽ അതുകൂടെ ചെയ്തിരുന്നെങ്കിൽ ഈ ചിത്രം മാറുമായിരുന്നു. കേവല ഭൂരിപക്ഷം ഇന്ത്യ ബ്ലോക്ക് നേടുമായിരുന്നു. ഞങ്ങളതിൻ്റെ ഒത്തിരി കണക്കുകളിലേക്ക് പോകുന്നില്ല, ഒത്തിരി ടൈം എടുക്കും. പക്ഷെ യു പി മാത്രം ചൂണ്ടിക്കാണിക്കാം. മായാവതി ഇക്കുറി ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. ഒറ്റയ്ക്ക് മത്സരിച്ച മായാവതി അവിടെ 16 സീറ്റിൽ ബി ജെ പി ജയിച്ചെടുത്തൊക്കെ ആ ബി ജെ പി കിട്ടിയ ഭൂരിപക്ഷത്തെക്കാൾ വോട്ടുകൾ മായാവതി നേടി, മായാവതിയുടെ BSP. 2019 മായാവതിയും SP-യും അഖിലേഷ് സിംഗ് യാദവിൻ്റെ SP-യും സഖ്യത്തിൽ മത്സരിച്ചപ്പോൾ 10 സീറ്റുകളിൽ ലോക്സഭയിലേക്ക് BSP ജയിച്ചതാണ്. ഇത്തവണ അവർ ഒറ്റയ്ക്ക് മത്സരിച്ചു. അപ്പോൾ 16 സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടി, അല്ല ബി ജെ പി സഖ്യത്തിന് കിട്ടി. ആ 16 സീറ്റിലും ഒരു സീറ്റിലൊഴികെ ബാക്കി എല്ലാ സീറ്റിലും മായാവതിയുടെ പാർട്ടി ബി ജെ പിയേക്കാൾ ഭൂരിപക്ഷത്തെക്കാൾ വോട്ട് നേടി. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസോ SP-യോ ഒക്കെ ചേർന്ന് BSPയും ഒരു സഖ്യത്തിൽ മത്സരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ യു പിയിൽ കിട്ടിയ 43 സീറ്റിന് പകരം ബി ജെ പി 2019 നേടിയ 62 സീറ്റിനപ്പുറത്തേക്ക് യു പിയിൽ ഇന്ത്യ ബ്ലോക്ക് മുന്നേറുമായിരുന്നു. ആ യു പിയിൽ നിന്ന് കിട്ടുന്ന സീറ്റുകൾ മാത്രം മതിയായിരുന്നു കേവല ഭൂരിപക്ഷം ഉറപ്പിച്ച് അധികാരം തിരിച്ചു പിടിക്കാൻ. ഇതാണ് ഈ കണക്കുകൾ കാണിക്കുന്നത്, ഡേറ്റയാണ്. ഇനി ബി ജെ പിക്ക് 2019 കിട്ടിയത് 62. ഇത്തവണ കിട്ടിയത് NDA സഖ്യം BJP പ്ലസ് സഖ്യകക്ഷികൾ 36 സീറ്റ് മാത്രം. ഇന്ത്യ ബ്ലോക്ക് 43 നേടി. ഇത്രയും മായാവതി ഒരു സ്പോയിൽ പോർട്ട് കളിച്ചിട്ട് പോലും. അപ്പം അവിടെ നമ്മുടെ പ്രതിപക്ഷ നിരയുടെ ഹോംവർക്ക് കുറച്ചുകൂടി യു പിയിൽ കൂടെ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം ഇതിനുമപ്പുറം BJPക്കും NDAയ്ക്കും കനത്ത തിരിച്ചടി കൊടുക്കുന്നതാകുമായിരുന്നു സംഘപരിവാറിന്. രാമക്ഷേത്രം പുതുക്കിപ്പണിത് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ ആരെ ജയിച്ചത്? BJPയാണ്. അവിടെ പ്രതിപക്ഷ സഖ്യയല്ലേ ജയിച്ചത്. അപ്പോൾ രാമക്ഷേത്രം കൊണ്ട് വോട്ട് കിട്ടിയ BJP കിട്ടിയില്ല. ഇത് ഞങ്ങൾ ആദ്യമേ പറഞ്ഞാണ്. ഞങ്ങൾ അന്ന് ചെയ്ത വീഡിയോകൾ നോക്കിയാൽ മനസ്സിലാവും. അതായത്
ദേശീയ തലത്തിൽ BJPക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് നമ്മൾ അന്ന് പല വിലയിരുത്തലും നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ കേവല ഭൂരിപക്ഷം പോലും BJPക്ക് കിട്ടില്ല എന്ന് ഞങ്ങളൊരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേവല ഭൂരിപക്ഷം BJPക്ക് കിട്ടിയില്ല. സഖ്യകക്ഷികളുടെ അവരുടെ ഒരു സപ്പോർട്ടോടുകൂടി ഭരിക്കേണ്ടുന്ന അവസ്ഥയാണ് BJPക്ക് വന്നിരിക്കുന്നത്. അത് വലിയ തിരിച്ചടിയാണ്. അപ്പൊ ഇന്ത്യ സഖ്യം ഒരു ഘട്ടത്തിൽ 7 ഘട്ട തിരഞ്ഞെടുപ്പിൽ 2-3 ഘട്ടമായപ്പോഴത്തേക്ക് ഇന്ത്യ സഖ്യം മുന്നേറുന്നു എന്ന് BJPക്ക് മനസ്സിലായി. പ്രധാനമന്ത്രി വർഗീയ കാർഡിറക്കി നോക്കി, മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചു. ഇതെല്ലാം നോക്കി, എല്ലാ അടവുകളും നോക്കി BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ, പക്ഷെ നടന്നില്ല. അവിടെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ മണ്ടന്മാരല്ല, വിഡ്ഢികളല്ല എന്നതിന്റെ തെളിവാണ്. കേവല ഭൂരിപക്ഷം ഏറ്റവും വലിയ പാർട്ടിക്ക് കൊടുത്തില്ല എന്നുള്ളത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഇന്ത്യ മുന്നണി 272 മാർക്കിനടുത്ത് എത്താം, കേവല ഒരുപക്ഷെ കിട്ടാം എന്നുവരെയുള്ള ഒരു ചർച്ച വന്നു. അതിൽ UPയിലൊക്കെ ഇത് ചെയ്തിരുന്നെങ്കിൽ ആ ഭൂരിപക്ഷം നേടാൻ ഇന്ത്യ പ്രതിപക്ഷ ബ്ലോക്കിന് സാധിക്കുമായിരുന്നു. ഇനി നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇനി മോദി 3.0 ഗവൺമെന്റ് എന്തായിരിക്കും? അത് സ്ഥിരതയുള്ള ഒരു ഭരണമാവത്തില്ല. BJPയുടെ തൻപ്രമാണിത്വം അവിടെ നടക്കത്തില്ല. പ്രശ്നങ്ങളുണ്ടാവും NDAയിൽ. TDPക്കും ജനതാദൾ യുണൈറ്റഡിനും അല്ലെങ്കിൽ നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും വഴങ്ങി ഭരിക്കേണ്ടുന്ന ഗതികേടിലേക്ക് BJP അല്ലെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്. പിന്നെ ഇത് പ്രതിപക്ഷ ബ്ലോക്കിന് കൊടുക്കുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഇനി പല സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടനെ നടക്കാൻ പോവുക, മഹാരാഷ്ട്ര ഉൾപ്പെടെ. മഹാരാഷ്ട്രയിൽ BJPയുടെ NDA സഖ്യം ഏതാണ്ട് തകർന്നടിഞ്ഞ അവസ്ഥയാണ്. വൻ തിരിച്ചടിയാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരു വലിയ സംസ്ഥാനത്ത് BJP മുന്നണിക്കുണ്ടായിരിക്കുന്നത്. UPയിൽ അപ്പൊ ഇനി നടക്കാനിരിക്കുന്ന മറ്റ് തിരഞ്ഞെടുപ്പുകൾ, അസംബ്ലി തിരഞ്ഞെടുപ്പുകളൊക്കെ, അതിലൊക്കെ BJP ഇനി എങ്ങനെ തിരിച്ചു വരും, അല്ലെ BJPയുടെ പെർഫോമൻസ് എന്തായിരിക്കും, അല്ലെ പ്രതിപക്ഷ ഐക്യം ഒന്നുകൂടി മെച്ചപ്പെടുത്തിയാൽ പ്രതിപക്ഷ ഐക്യത്തിന് നേടാവുന്ന നേട്ടങ്ങൾ, ഇതൊക്കെയായിരിക്കും നമ്മൾ വരും ദിനങ്ങളിൽ കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരിക. അപ്പൊ ഇതാണ് ഇന്ത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കൃത്യമായ ഒരു പിക്ചർ എന്ന് പറയുന്നത്. കിട്ടാവുന്ന അധികാരം പ്രതിപക്ഷ സഖ്യത്തിന് കൈവിട്ടുപോയി. അത് അവരുടെ കയ്യിലെ ചെറിയ ചില പാകപ്പിഴവുകളുണ്ട്. അല്ലെങ്കിൽ മോദി 3ാം ഗവൺമെന്റ് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. പിന്നെ മോദി 1, മോദി 2 അല്ല, മോദി 3 ദുർബലമായ ഒരു ഭരണകൂടമായിരിക്കും. സംഘപരിവാർ അജണ്ട, ഹിന്ദുത്വ അജണ്ട സെറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു ഭരണകൂടമാണ്. അവിടെ ജനങ്ങളെ ജാഗരൂകരായി വോട്ട് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ പ്രതിപക്ഷ കക്ഷികൾ കുറച്ചുകൂടി ജാഗ്രത കാണിച്ചതെങ്കിൽ ജനങ്ങൾ കൂടുതലായിട്ടൊപ്പം നിൽക്കുമായിരുന്നു.